തറാവീഹിനൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഇമാമ് സ്വാഭാവികമായിട്ടും ഒരു 11 റക്അത്തായാല് 8 റക്അത്തും നമുക്ക് അത്ര പരിചയമില്ലാത്ത ഭാഗങ്ങളായിരിക്കും ഓടാ. അപ്പം പിറകിൽ നിൽക്കുന്ന മോമിനുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഒരു ഈമാനും യഖീനും എത്രത്തോളം ഉണ്ടാവും എന്നറിയാലോ. അപ്പൊ നമുക്ക് ഈ നിസ്കാരത്തിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഇമാമിന്റെ ഓത്ത് ശരിക്കലും അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ശ്രദ്ധ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ സത്യത്തിൽ ഇമാമ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കാന്നാണ് വേണ്ടതെന്നാണ് കേട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ അർത്ഥമൊക്കെ അറിയാത്ത പിറകിൽ നിൽക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അതിൽ ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റും, നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നതാണ് ചോദ്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ അതില് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പരാമർശമുള്ള ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, ജന്നത്തെ ജഹീമിൽ 6 ആയതൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താ പറയാ, ആയത്തുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്താനും സുആല് നടത്താനും പറ്റുമോ? അപ്പൊ അതിലൊരു വിശദീകരണം പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ഇമാം ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് വിശുദ്ധ ഖുർആനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് നരകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ അള്ളാഹുവിനോട് നമുക്ക് രക്ഷ ചോദിക്കാം. അതേപോലെ സ്വർഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അള്ളാഹുവിനോട് ആ നിഅമത്തുകൾ ചോദിക്കുകയും ചെയ്യാം സുന്നത്ത് നിസ്കാരങ്ങളിൽ. ഇപ്പൊ തറാവിയ പോലുള്ള നിസ്കാരങ്ങളെ ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്നാൽ ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസമാകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മനസ്സിൽ ചോദിക്കുന്നതുകൊണ്ട് വിരോധമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.